തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. 30 വർഷം പഴക്കമുള്ള തലവേദന. സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ടൊക്കെ ശിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ പിന്നെ 30 കൊല്ലം എന്തിനാ തലവേദന എടുത്തത്? ഇതാണ് റസൂലുള്ളാഹിൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹീ കിട്ടിയ മനുഷ്യൻ്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ലോകത്ത് 3 തരം സയൻസ് ഉണ്ട്. ഒന്ന് വഹീ കിട്ടിയ സയൻസ്, ഒന്ന് ഊഹത്തിൻ്റെ സയൻസ്, ഊഹം. യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, യൂറോസെൻട്രിക്സ് സയൻസ്. മറ്റൊന്ന് മിത്തുകൾ, സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ്, ചില കഥകളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ്. ലോകത്തിൻ്റെ വ്യാപകമായ 3 സയൻസുകൾ. ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ്. മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീ പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, വഹീൻ്റെ സംസാരത്തിൻ്റെ മാനദണ്ഡം വഹീ. സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീ പ്രകാരം. നമ്മുടെ ഒരു നിർഭാഗ്യം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത് വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ്. അപ്പൊ വഹീനാലുണ്ടായ സയൻസ്, ആ സയൻസിന്റെ ധൈര്യത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്കെന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, മനുഷ്യന് മേൽ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ, അപ്പൊ there is not incurable disease. എൻ്റെ അർത്ഥം എങ്ങനെയാണ്? വിട്ടുമാറാത്ത രോഗമില്ല, ശിഫയില്ലാത്ത രോഗമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. നിങ്ങൾ ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്ക് കലർന്ന വർത്തമാനം പറയാൻ, തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂതയിസത്തിന്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിന്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാന്റെ അഹ്ലുകാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത്. മാറാരോഗം അങ്ങനൊന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. മാറാരോഗം എന്നൊന്നുണ്ടോ? ഹദീസു ഷരീഫ് സിഹാഹു സിത്ത പരിശോധിച്ചാൽ, ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന്, മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന്, കെട്ടുകഥകളിൽ നിന്ന്, സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന്, അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരമല്ലാത്ത സംസാരിക്കാതെ ദൂതൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വർത്തമാനം മാറാത്ത രോഗമില്ലെന്ന്. നിങ്ങൾ പറയുന്നു മാറാ രോഗം എന്ന്. നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണെന്ന് എൻ്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണോ?
സുന്നി യുവജന സംഘം ഒരു ആദർശത്തെ, സംഘടനക്ക് പേര് വെച്ച ഒരു സംഘമാണ് സുന്നി. സുന്നത്ത്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിബാ സുന്നക്കെതിരാകുമ്പോൾ വരുന്ന രോഗം എന്നാണ് അർത്ഥം. ജീവിതശൈലി രോഗമാണല്ലോ പുതിയ കാലത്തെ രോഗം. ജീവിതശൈലി രോഗം എന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ വ്യാപകമായി വിളിക്കുന്നത്. ജീവിതശൈലി രോഗം എന്ന് മലയാളത്തിൽ പറയുന്നത് എന്തിനെയാണ്? ഇത്തിബാഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ് അർത്ഥം? അപ്പൊ രോഗം വരാത്ത ജീവിതശൈലി ഏതാണ്? സുന്നത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി. ഇത് ആരുടെ മുമ്പിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? CK രാമേന്ദ്രൻ സാർ എന്ന ഹൈന്ദവ സഹോദരൻ, ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള വലിയ വിശ്വഗരൻ, അലോപ്പതിയിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളയാൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാവിശ്വഗരൻ, ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ ഗുരുവര്യൻ, അദ്ദേഹം കോഴിക്കോട് അങ്ങാടി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി വരും കാലം രോഗമില്ലാതാവണമെങ്കിൽ ഖുർആനിക വൈദ്യശാസ്ത്രം ഉയർന്നു വരണം. ഇത് ഖുർആന്റെ അഹ്ലുകാർ പറയൂല. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നിങ്ങളുടെ എന്താ പറയാ, പേരുകൾ വ്യാപകമാണ്. രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ പേരുകൾ വ്യാപകമാണ്. എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ സഹോദരൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ എന്നാണ്. ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ. വരും കാലത്തെ മാരകമായ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സ്വാമി നിത്യ ചൈതന്യ യതി പറഞ്ഞല്ലോ. ഇത് ഭാരതീയ ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവര്യൻ, സന്യാസി വര്യൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ഥിരം ഖുർആൻ കാണുന്ന നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ എന്ത് കാരണത്താലാണ് മടി? ഏതറിവില്ലായ്മയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഈ വർത്തമാനം പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പേരിൽ, ഇസ്ലാമിക ആദർശങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈമാൻ കഴിഞ്ഞാൽ, ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ആരോഗ്യമാണ്. അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹുവേ, സദസ്സിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. ഞങ്ങളറിയാതെ വല്ല മാരകമായ രോഗങ്ങളും ഞങ്ങളെ വയറിലോ ശിരസിലോ കരളിലോ കിഡ്നിയിലോ മജ്ജയിലോ ഞങ്ങൾക്കറിയില്ലല്ലോ. നമുക്കറിയില്ല. അതതിൻ്റെ മാരക രൂപം പിടികൂടുമ്പോഴാണ്, അതിൻ്റെ ഏറ്റവും മാരകമായ രോഗം, മാരകമായ അവസ്ഥ പിടികൂടുമ്പോഴാണ് പലപ്പോഴും ഭീകരമായ രോഗം ശരീരത്തിലുള്ളത് നമ്മൾ അറിയുന്നത്. അത്തരം വല്ല അവസ്ഥകളും നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിത്തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ വാക്കെന്താണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അപ്പൊ ഈ ഭൂമിയിൽ രോഗങ്ങളില്ല. ആ രോഗത്തിന്റെ ശിഫ ഇറങ്ങിയിട്ടല്ലാതെ. തദാവൂ യാ ഇബാദല്ലാഹ്, തദാവൂ യാ ഇബാദല്ലാഹ്, ഈ അല്ലാഹുവിന്റെ അടിമകളെ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. ചില ആളുകൾ രോഗം വന്നാൽ ചികിത്സിക്കില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു പരിധിവരെ ഈ സ്വഭാവം കൂടുതലാണ്. സാരമില്ല പിന്നെ കാണിക്കാം, സാരമില്ല പിന്നെ കാണിക്കാം, തൽക്കാലം ഉള്ള മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം പിടികൂടിയാൽ ചികിത്സ നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നല്ല കഴിവുള്ള ഡോക്ടർമാരെ കണ്ടെത്തണം. അവരെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യണം. വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടെത്തുകയും അവരുടെ സമീപത്ത് പോയി ചികിത്സ തേടുകയും വേണം.
രോഗങ്ങൾ പലതും തുടക്കത്തിൽ നിസ്സാരമായിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഇന്നിപ്പോൾ അധികം ആളുകൾക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് മിക്ക ആളുകളും അതിനെ വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. ചില ആളുകൾ അത് ജീരകം ചവച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരിയാണ്, ജീരകം നല്ലൊരു ഔഷധ ഗുണമുള്ള വസ്തുവാണ്. പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ജീരകം മാത്രം പോരാ, അയമോദകം എന്ന വസ്തു കൂടി ചേരണം. അയമോദകം എന്ന് പറഞ്ഞാൽ ഇവിടെ അയമോദകം മനസ്സിലായില്ലേ? ജീരകം ഒരു ചെറിയ നിലക്ക് സഹായിക്കുമെങ്കിലും ജീരകത്തിൻ്റെ കൂടെ അതേ അളവിൽ അയമോദകം കൂടി ചേർന്നാലേ ഗ്യാസിൻ്റെ പ്രശ്നത്തെ ഒരു നിലയിൽ പരിഹരിക്കാൻ പറ്റും. പക്ഷേ സ്ഥിരമായി ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ഈ ജീരകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ്, മനസ്സിലാക്കണം. രോഗങ്ങളെ നിസ്സാരമായി കാണരുത് എന്നാണ് ഞാൻ പറയണത്. ഏതുപോലെ സ്ഥിരമായി എപ്പോഴും ശക്തമായ തലവേദന വരിക, ഇതിനെ ചെറുതായി കാണരുത്. ചിലപ്പോൾ അത് ട്യൂമറിൻ്റെ ലക്ഷണമാവും. തലയിൽ വലിയ മുഴ വളരുന്നതിൻ്റെ ഉള്ളിൽ മുഴ വളരുന്നതിൻ്റെ ലക്ഷണമാവാലോ. ചിലപ്പോൾ അത് പഴകിയ കഫം കെട്ടി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടറെ കാണണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല കഴിവുള്ള നീതിമാന്മാരായ മനുഷ്യരോട് സ്നേഹമുള്ള മരുന്ന് നിർമ്മാണ കമ്പനിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഡോക്ടർമാരെ കാണണം എന്നതിൻ്റെ അർത്ഥം. മരുന്ന് നിർമ്മാണ കമ്പനിയോ 2-3 ആൾ കൂടിയിട്ട് ലാബൊക്കെ നടത്തുന്ന ഡോക്ടർമാരെ കണ്ടില്ലെങ്കിൽ പണി നമുക്ക് കിട്ടും. കാരണം ആ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഹെൽപ്പേഴ്സ്. അപ്പം അത് വിഷയമാവും. അപ്പം രോഗങ്ങളെ നിസ്സാരമായി കാണരുതെന്നാണ് ഞാൻ ഇപ്പം ഗ്യാസ്ട്രിക് അൾസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ഇല്ല. അപ്പം നിസ്സാരമായി കാണരുത്. സ്ഥിരമായി വരുന്ന ജലദോഷത്തെ നിസ്സാരമായി കാണരുത്. സ്ഥിരമായി വരുന്ന ജലദോഷത്തെ നിസ്സാരമായി കാണരുത്. അപ്പൊ രോഗങ്ങൾ ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യലഉ ദാഅൻ ഇല്ലാ വലഅലഹു ശിഫാ. അല്ലാഹു മനുഷ്യനുമേൽ അവന്റെ ശരീരത്തിനുമേൽ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഒരു രോഗത്തെയും മനുഷ്യന്റെ ശരീരത്തിനുമേൽ വെച്ചിട്ടില്ല. ഇല്ലാ വലഅലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫ വെച്ചിട്ടല്ലാതെ. അപ്പൊ ശിഫയുണ്ട്, എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അശ്ശിഫാഉ ഫിത്തലാസ്. മറ്റൊരു ഹദീസിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. വേറൊരു ഹദീസിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്, അശ്ശിഫാഉ ഫിത്തലാസ്. രോഗം പിടികൂടി പ്രയാസത്തിലായ എൻ്റെ ആളുകൾ അറിയണം, അശ്ശിഫാഉ രോഗത്തിന്റെ ശമനം ഫിത്തലാത്തി 3 കാര്യങ്ങളിലാണ്. 3 കാര്യങ്ങളിലാണ് രോഗശാന്തി എന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ രോഗത്തിന് ശമനമുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ രോഗം എന്താ മാറാത്തത്? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കൊല്ലങ്ങൾ അനവധിയായിട്ടും എൻ്റെ രോഗം എന്തുകൊണ്ട് ശിഫയാവുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നെ പിടികൂടിയ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കെങ്ങനെയാണ് രോഗം വന്നത് എന്നറിയില്ല. രോഗം വന്നത് ഏതു വഴിയിലാണെന്നറിയാത്തൊരു മനുഷ്യന്റെ രോഗം ശിഫയാവില്ല. പ്രശ്നമായി. അതാണ് പ്രശ്നം. ഏതു കാരണത്താലാണ് നിങ്ങൾ രോഗിയായത് എന്നറിയണം. എങ്കിൽ രോഗം ശിഫയാവാൻ എളുപ്പമാണ്. രോഗം ക്യാൻസർ ആണെങ്കിൽ പോലും. രോഗമേത് എന്നത് വിഷയമല്ല.
രോഗമേതാണ് എന്നത് വിഷയമല്ലെന്ന്. രോഗം ശിഫയാവുമെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂൽ. ഖിയാമത്ത് നാൾ വരെ അതൊക്കെ കറക്റ്റ് ആയിരിക്കോ? എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം എത്രയോ മാരകമായ രോഗം മാറി അനുഭവമുള്ള രോഗികളെ ചികിത്സിച്ച് പരിചയമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെങ്ങനെ സംശയിക്കും? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴി, അത് പഠിച്ച സ്വഹാബത്തിൻ്റെ വഴി, അത് പഠിച്ച അഇമ്മത്തിൻ്റെ വഴി, ആ വഴിയിലൂടെ മനസ്സിലാക്കിയെടുത്ത ഔഷധങ്ങളിലൂടെ, ചില പ്രത്യേക പ്രാർത്ഥനകളിലൂടെ എത്രയോ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട രോഗികളെ പരിചരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നൊരു വ്യക്തി എന്ന നിലക്ക് എനിക്കതിനപ്പുറം ചിന്തിക്കാനില്ല. മനസ്സിലാക്കണം.